സോ വെൽക്കം ടു ഷാസ് ക്രിയേറ്റീവ് സ്പേസ്. ഇന്ന് ഞാനൊരു കോഴ്സ് മണ്ഡല ആർട്ട് കോഴ്സ് ഞാൻ പഠിപ്പിച്ചായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് ബിഹൈൻഡ് ദ സീൻസ് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് മണ്ഡല ആർട്ട് ബി ആൻ ഇൻസ്പിറേഷൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിൽ ഞാൻ ചെയ്ത് തുടങ്ങിയതാണ്. ആൻഡ് ഇത് അതിൻ്റെ ഒരു ലൈക്ക് ടൈമിങ്ങും അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ ഇന്ന് വൈകുന്നേരം ആയിരുന്നു അത്. ആൻഡ് ഇറ്റ് വാസ് ഓസം ആക്ച്വലി. ഞാൻ ബേസിക്സ് ആണ് ആദ്യം പഠിപ്പിച്ചത്. ബേസിക്സ് പഠിപ്പിച്ചിട്ട് പിന്നെ കുറച്ച് കാര്യങ്ങൾ ലൈക്ക് റിലേറ്റഡ് ടു മണ്ഡല ആർട്ട് എങ്ങനെയാണ് അത് ചെയ്യേണ്ടത്. ആദ്യം ഷേപ്സ് ആണ് പഠിപ്പിച്ചത്. പിന്നെ ഷേപ്സിനെ അതിനെ കമ്പൈൻ ചെയ്തിട്ട് എങ്ങനെ ഡിസൈൻ കൊണ്ടുവന്നു അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ടൈം ലാപ്സ് വീഡിയോ ആണ് ഇത്. അപ്പോൾ ഇത് കുറേ നേരമുണ്ട്. സോ നൗ യു ആർ വാച്ചിങ് ദി ബേസിക്സ് ആക്ച്വലി. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ വന്നതാണ് നമ്മുടെ ഈ കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു കാര്യങ്ങൾ. സോ എങ്ങനെയാണ് കമ്പൈൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളായിരുന്നു. നമ്മൾക്ക് കളേഴ്സൊക്കെ ആഡ് ചെയ്യാം. അപ്പോൾ ഞാൻ ബേസിക്കായിട്ട് കളേഴ്സൊക്കെ പഠിപ്പിച്ചു എങ്ങനെയാണ് ആഡ് ചെയ്യേണ്ടത് എന്നുള്ളത്. ഫില്ല് ചെയ്യണതാണ് ബേസിക്കലി. ഇതിൽ ഫില്ല് ചെയ്യണമാണല്ലോ. ഡിസൈൻ വെച്ചിട്ട് എത്രയോ സ്പേസ് ഉണ്ടെന്ന് വെച്ചാൽ ആ സ്പേസിൻ്റെ ഉള്ളിൽ എങ്ങനെ ഡിസൈൻ ചെയ്യാം അങ്ങനെയായിരുന്നു. അപ്പോൾ കമ്പൈൻ ചെയ്തിട്ട് എങ്ങനെയാണ്, അപ്പോൾ ഇപ്പോൾ പഠിപ്പിച്ച ആ ഓരോ ബേസിക് വെച്ചിട്ട് എങ്ങനെയാണ് അത് ചെയ്തത് എന്നുള്ളതായിരുന്നു. ആൻഡ് ദിസ് ഇസ് ദ കമ്പൈനിങ് വേ, ഹൗ ഇറ്റ് ഈസ് ബീൻ ഡൺ ആൻഡ് എവറിഥിങ്. ഇറ്റ്സ് എ സിമ്പിൾ ഫോമാറ്റ് ആക്ച്വലി. ഇതിന് കോംപ്ലക്സ് ആയിട്ടുള്ള ഫോമാറ്റ്സ് ഒക്കെ ഉണ്ട്, എന്നാലും സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ എങ്ങനെയാണ് ചെയ്യുക. പിന്നെ കുറച്ച് മാക്സും അറിഞ്ഞിരിക്കുകയാണെങ്കിൽ കുറച്ചൊരു ജോമെട്രിക് ആയിട്ട് നമുക്ക് ഡിസൈൻസ് ഒക്കെ കൊണ്ടുവരാം. പ്രത്യേകിച്ചും മണ്ഡല ആർട്ട് അങ്ങനെയാണല്ലോ, കുറച്ച് നമുക്ക് ഡിസൈൻ വേരിയേഷൻസ് നമുക്ക് കൊണ്ടുവരാൻ പറ്റുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ല കാര്യം. അപ്പം ഞാനത് ഓരോ ലൈനും ഓരോ സർക്കിളും എങ്ങനെയാണ് അത് ചെയ്യേണ്ടതെന്നുള്ളത് 1 by 1 പഠിപ്പിച്ചു കൊടുക്കുമായിരുന്നു. സോ ഇറ്റ്സ് ലൈക്ക് ഓൺ ദ ലൈവായിട്ട് തന്നെ ചെയ്തായിരുന്നു. ആൻഡ് ഇറ്റ് വാസ് റിയലി ഫൺ ആക്ച്വലി. മണ്ഡല ആർട്ട് എന്ന് പറയുമ്പോൾ നമുക്കൊരു ശരിക്കും പറയാന്ന് വെച്ചാൽ നമ്മുടെ ഏത് ഇന്ത്യൻ ആയാലും അത് ഏഷ്യൻ കൺട്രി ആയിക്കോട്ടെ, ഏറ്റവും കൂടുതൽ മണ്ഡല ആർട്ട് ഈ സ്പിരിച്വൽ ആയിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങളിലാണ് വരുന്നത്. പക്ഷേ അതിന് കുറച്ചും കൂടെ ഈസിയർ ആയിട്ട് എങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് ഡിസൈനൊക്കെ വെച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതായിരുന്നു എൻ്റെ അടുത്ത ഒരു കാര്യം. അപ്പോൾ അതായിരുന്നു എൻ്റെ ഒരു ഡിസ്കവറി. അപ്പം ശരിക്കും കുറേ ഉണ്ട് ചെയ്യേണ്ട ആൾക്കാർ, കുറേ പേര് എന്നെക്കാട്ടിലും ലൈക്ക് നല്ലോണം ചെയ്യണം. പക്ഷേ ഐ ജസ്റ്റ് വോണ്ട് ടു ട്രൈ ഔട്ട് ആൻഡ് എവറിഥിങ്. സോ ഐ ലൈക്ഡ് ഇറ്റ് വെരി മച്ച് ആക്ച്വലി. ചെയ്തു തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നമ്മൾ ശരിക്കും പറയാന്ന് വെച്ചാൽ നമ്മൾ എന്ത് ആർട്ട് ആക്ടിവിറ്റി ചെയ്യുമ്പോഴും അതിൻ്റേതായിട്ടുള്ള ഒരു മെഡിറ്റേഷനും ഒരു സ്റ്റിൽനെസ് ഉണ്ട്. അപ്പോൾ ശരിക്കും പറയാന്ന് വെച്ചാൽ ഇതിനും അതുണ്ടായിരുന്നു ശരിക്കും പറയാന്ന് വെച്ചാൽ ഒരു സ്റ്റിൽനെസ്. സോ ആൻഡ് ഓൾസോ ഇറ്റ് മെയ്ഡ് മീ ടു ഡു മോർ ആക്ച്വലി. ഇംപ്രവൈസേഷനും അതെ ചെയ്യാൻ തോന്നി. അപ്പോൾ ശരിക്കും പറയാന്ന് വെച്ചാൽ കുറേ ഞാൻ എന്താ പറയുക, ഈ ക്ലാസ് എടുക്കുമ്പോഴാണല്ലോ നമ്മൾ കുറേ കാര്യങ്ങൾ പഠിക്കുക. അപ്പോൾ നമ്മളത് പഠിച്ചെടുത്തു. കുറേ ഞാനിങ്ങനെ ചെയ്തിട്ട് മാത്രമല്ല ശരിക്കും പഠിച്ചെടുത്തു. നമ്മൾ ഓരോ ഡിസൈൻ ചെയ്യുമ്പോഴും അതിൻ്റേതായിട്ടുള്ള വൃത്തി, അതിൻ്റേതായിട്ടുള്ള ഒരു രസം, അത് കാണാനും അതേ ഒരു രസമാണ്. അപ്പം ഇതായിരുന്നു ഞാൻ സെക്കൻഡ് നമ്മൾ ഫൈനലല്ല ഒരു സെഷൻ ഈ ഒരു പഠിച്ച വെച്ചിട്ട് അത് എങ്ങനെ കമ്പൈൻ ചെയ്തിട്ട് ഒരു ആർട്ട് ചെയ്യാമെന്നുള്ളത്. പിന്നെ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ശിവനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഇതാണ്. സോ ഡു വാച്ച് ഇറ്റ്.
ഫൈനലായിട്ട് ഞാനത് ചെയ്തു, അത് കളർ ചെയ്തു. സോ ഇങ്ങനെയായിരുന്നു എൻ്റെ ലാസ്റ്റ്. അവരെല്ലാവരും പോയി. ആൻഡ് ദെൻ ദിസ് ഈസ് ഹൗ ദ ലൈൻ ഔട്ട് ടേൺഡ് ഔട്ട് ടു ബി. ഇങ്ങനെയായിരുന്നു ലൈൻ ഔട്ട് വന്നത്. ലൈൻ ഔട്ട് ആയാലും അതെ, അതിന് ഭയങ്കര രസമായിരുന്നു ശരിക്കും പറയുക. ആൻഡ് ദെൻ ആഫ്റ്റർ ദാറ്റ് ഈ കളർ ചെയ്തു. അപ്പോൾ കളർ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി സത്യം പറഞ്ഞാൽ. സോ I hope you like this video. This is like an online workshop that I do every Saturday that I do. So thank you for joining me into this kutti vlog.